നമസ്കാരം. ഒമാൻ തീരത്ത് വെച്ച് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ച ഒരു സുരക്ഷാ നടപടിയും തുടർന്നുണ്ടായ രക്ഷാപ്രവർത്തനവുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. US നാവികസേന MT വാരിവെക്സ് എന്ന എണ്ണക്കപ്പലിനെതിരെ നടത്തിയ നടപടിയാണ് സംഭവങ്ങളുടെ തുടക്കം. ഇറാനിലേക്കുള്ള ഉപരോധം ലംഘിച്ച് സഞ്ചരിച്ചുവെന്നാരോപിച്ചാണ് US സൈന്യം ഈ കപ്പലിനെ ലക്ഷ്യമിട്ടത്. കപ്പലിൽ ഉണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരെ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ സുരക്ഷിതമായി കരയിലെത്തിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ആശ്വാസമാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ജൂൺ 8-നാണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്ന ഇറാനിലെ തുറമുഖങ്ങളിലേക്ക് അനധികൃതമായി എണ്ണ എത്തിക്കാൻ ശ്രമിച്ചതാണ് ഈ കപ്പൽ. US സെൻട്രൽ കമാൻഡ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം മുന്നറിയിപ്പുകൾ അവഗണിച്ച് കപ്പൽ ഇറാനിലേക്ക് നീങ്ങുകയായിരുന്നു. പലതവണ US നാവികസേന മുന്നറിയിപ്പ് നൽകിയിട്ടും കപ്പൽ പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ USS എബ്രഹാം ലിങ്കണിൽ നിന്നുള്ള FA-18 സൂപ്പർ ഹോണറ്റ് വിമാനം കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്കും സ്റ്റിയറിംഗ് ഭാഗത്തേക്കും കൃത്യമായ ലക്ഷ്യത്തോടെ വെടിയുതിർത്തു. ഇതോടെ കപ്പൽ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. ഈ കപ്പലിന് കൃത്യമായ ഒരു മേൽവിലാസമില്ലെന്നതാണ് ഇതിന്റെ പ്രത്യേകത. പലാവുവിന്റെ പതാകയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിലും ഇത് യഥാർത്ഥത്തിൽ മഡഗാസ്കറിന്റെ വ്യാജ പതാക ഉപയോഗിച്ചാണ് സഞ്ചരിച്ചിരുന്നത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. US ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള OFAC ഈ കപ്പലിനെ നേരത്തെ തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു. ഇറാനുമായുള്ള അനധികൃത വ്യാപാരത്തിൽ ഏർപ്പെട്ടതിന് മുൻപും ഈ കപ്പൽ നിരീക്ഷണത്തിലായിരുന്നു. കപ്പലിന്റെ സിഗ്നൽ ഉപകരണങ്ങൾ ഓഫാക്കി രഹസ്യമായി ഇറാനിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് US സേനയെ കടുത്ത നടപടിയിലേക്ക് നയിച്ചത്. അറ്റാക്കിന് പിന്നാലെ കപ്പലിൽ തീപിടുത്തം ഉണ്ടാവുകയും ജീവനക്കാർ കപ്പൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. കപ്പലിൽ ഉണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാർ ഒമാൻ അധികൃതരോട് സഹായം അഭ്യർത്ഥിച്ചു. ഒമാൻ എയർഫോഴ്സും നാവികസേനയും ചേർന്ന് നടത്തിയ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ ഈ 24 പേരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ സാധിച്ചു. ആർക്കും പരിക്കുകളില്ലെന്ന് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. ജീവനക്കാരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് ഇന്ത്യൻ എംബസി നന്ദിയും അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവം മധ്യേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥയുടെ പ്രതിഫലനം കൂടിയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള തർക്കങ്ങളും മേഖലയിലെ കപ്പൽ ഗതാഗത സുരക്ഷയും വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. എങ്കിലും ഏത് സാഹചര്യത്തിലും നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. എന്തായാലും കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണ് എന്നത് എല്ലാവർക്കും വലിയ ആശ്വാസമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.